നിരവധി തവണ എത്രയോ തവണ വന്നുപോയ വഴികളിലൂടെ വി.എസ്. അവസാനമായി യാത്ര പോവുകയാണ്. ഇനി വീണ്ടും ഒരു തിരിച്ചുവരവ് ഈ പാതയിലൂടെ വി.എസിനില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ പ്രവർത്തകരും ജനങ്ങളും നാട്ടുകാരും അവരെല്ലാം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നേരത്തെ അവിടെ കൂടി നിന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നതാണ്. അതായത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപേ എത്തിയിട്ടുണ്ട് ഈ നാവായിക്കുളത്തൊക്കെയുള്ള ആൾക്കാർ. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ അവസാനമായി ഒരു നോക്ക് കണ്ടേ പോകൂ എന്ന ഉറച്ച നിശ്ചയത്തോടു കൂടി അവിടെ മണിക്കൂറുകളായി തുടരുകയാണ്. നോക്കുക, 10 മണിക്കൂർ ആകുന്നു ഈ യാത്ര തുടങ്ങിയിട്ട്. അതിപ്പോഴും തിരുവനന്തപുരം ജില്ല കടന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ 3 തവണ പ്രതിപക്ഷ നേതാവെന്ന നിലയിലും 1 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും എത്രയോ തവണ വന്നും പോയി നിന്ന ആ പാതയിലൂടെ, ആ റോഡിലൂടെ വി.എസ്. അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് അവസാന യാത്ര നടത്തുകയാണ്. ആ വിലാപയാത്രയിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വി.എസിൻ്റെ ശബ്ദമെത്താത്ത സ്ഥലങ്ങൾ കേരളത്തിലുണ്ടോ എന്നത് സംശയമാണ്. വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കൂട്ടിയും കുറച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി തന്നെ അതിൻ്റെ പ്രത്യേകതയാണ്. അത്തരത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പറയുന്ന ഒരു പ്രാസംഗികൻ കൂടിയാണ് വി.എസ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി, അതൊക്കെ തന്നെ ജനങ്ങളോട് അടുപ്പിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഇപ്പോൾ ശ്രീകുമാരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അടുത്ത പോയിന്റിലാണ് ശ്രീത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീത്ത്, തിരുവനന്തപുരം ജില്ല കടന്നു പോയിട്ടില്ല ഈ വിലാപയാത്ര. ആ വാഹനത്തിന് പിന്നാലെ ഓടുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടു. ആ വശം ചേർന്ന് വി.എസിന് അവസാനമായ ഒരു നോക്ക് കാണാൻ, ഒന്ന് ചിത്രത്തിൽ ആ രൂപം പകർത്താനൊക്കെ ശ്രമിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾ ഇതിനോടകം കണ്ടു. അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, കേവലം 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു ദൂരമാണിത് സാധാരണ നിലയിൽ. അതിപ്പോൾ 10 മണിക്കൂർ കഴിയുന്നു. അപ്പോഴും തിരുവനന്തപുരം ജില്ല കഴിഞ്ഞിട്ടില്ല. ശ്രീത്ത്, എന്താണ് അവിടുത്തെ കാഴ്ച? എത്രമാത്രം ആളുകൾ പ്രിയ നേതാവിനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവസാനമായി കാണാൻ? വിവരിക്കാൻ കഴിയുന്നില്ല. പ്രിയ സഖാവിന് അവസാനമായി അനന്തപുരി വിട ചൊല്ലുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇനി കടമ്പാട്ടുകോണമെന്ന ഒരു പോയിന്റ് മാത്രം കഴിഞ്ഞാൽ പ്രിയ വി.എസ്. ഈ അനന്തപുരിയുടെ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മടങ്ങുകയാണ്. നിരവധി തവണ സ്വാഭാവികമായി അദ്ദേഹം യാത്ര ചെയ്ത വഴികളാണ് ഇതെല്ലാം. ആ മേഖലയിലൂടെ അവസാനമായി പ്രിയ സഖാവ് തീക്ഷ്ണമായ ആ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഇനി കൊല്ലം ജില്ലയിലേക്കാണ് അവസാനമായി അദ്ദേഹം കടന്നു പോകാനുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആഭാലവൃദ്ധം ജനങ്ങൾ 28-ാം മൈൽ എന്ന ഈ സ്ഥലത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. അത് സമയമോർക്കണം, ഏതാണ്ട് 11 മണിയോടുകൂടി ഇത് കൊല്ലം ജില്ല കഴിഞ്ഞ കൃത്യമായ രീതിയിൽ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നു, നമ്മൾ നേരിട്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്നു. ഇപ്പോഴും അതേ ആവേശത്തോടു കൂടി തന്നെ ജനങ്ങൾ, ഈ നാട്ടുകാർ വി.എസിനെ അന്ത്യാഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ്. CPM ജില്ലാ സെക്രട്ടറി ജോയ് അടക്കമുള്ള ആളുകൾ ഇതാ കരഞ്ഞുകൊണ്ട് വി.എസിന് അന്തിമ ഉപചാരം അർപ്പിക്കുന്നു. അനന്തപുരി വിട നൽകുകയാണ് പ്രിയ സഖാവിന്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇനി ഒരു പോയിന്റ് കൂടി കടന്നാൽ സ്വാഭാവികമായി ഇത് പിന്നിടും. അനന്തപുരി പിന്നിട്ടുകൊണ്ട് അത് കൊല്ലം ജില്ലയിലേക്ക് കടന്നിടും. തിരുവനന്തപുരം നഗരം കഴിയുകയാണ്. വലിയ തോതിലുള്ള കൃത്യമായ രീതി ഇപ്പോഴും മുദ്രാവാക്യം സഖാവേ ഇപ്പോഴും ജനങ്ങൾ ഒഴുകിയെത്തുകയാണല്ലേ? എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു വികാരമാണ്. ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ച 2 അക്ഷരമാണ്. തീർച്ചയായും അതുമാത്രമാണ് CPM ജില്ലാ സെക്രട്ടറി പറയാനുള്ളത്. പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടെ തന്നെയുണ്ട്. അവസാനമായി രക്തപതാക പുതച്ചുകൊണ്ട് സഖാവ് അനന്തപുരിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. ആ ഒരു മനോവേദന സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനന്തപുരി വിട നൽകുന്ന കാഴ്ചയാണ്. സഖാവെ, ഹൃദയഭേദകം അല്ലേ? ഹൃദയഭേദകം.
കേരളത്തിൻ്റെ VS നൽകിയ സംഭാവനക്കുള്ള ജനങ്ങളുടെ അംഗീകാരം കൂടിയാണ് ഈ വിലാപയാത്രക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് പറയുന്നത്. ഇനി മറ്റൊന്നും പറയാനില്ല. അവസാനമായി പ്രിയ സഖാവ് മടങ്ങുകയാണ്. സമരസീക്ഷ്ണമായ ആ ഒരു ജീവിതം ഇവിടെ ബാക്കിയാക്കി സഖാവ് മടങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ശരി, ശ്രീയത്ത് ആ വാഹനത്തിനൊപ്പം ഓടിയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ തളർച്ചയുണ്ട്. എന്തായാലും അങ്ങനെ ഒരുപാട് പേർ, ഇപ്പോൾ ശ്രീയത്ത് ഓടിയതുപോലെ അവിടെ ഒരുപാട് പേർ ആ വാഹനത്തിന് പിന്നാലെയും വശങ്ങളിലൂടെയും ഓടി തങ്ങളുടെ പ്രിയ നേതാവിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ വഴിയിൽ ഉടനീളം. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും അവസാന പോയിന്റിലേക്ക് ഇപ്പോൾ ഈ യാത്ര എത്താൻ പോവുകയാണ്. കടമ്പാട്ടുകോണമാണ് ജില്ലാ അതിർത്തി. അവിടത്തേക്ക് ഇപ്പോൾ ഈ വാഹനം എത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ എവിടെയൊക്കെയാണ് VSനെ കാണാൻ കഴിയുക എന്നുള്ളത്. അതിപ്പോൾ നേരത്തെ അറിയിച്ചത് പ്രകാരം ഇതാണ്: പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട, ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നീ സ്ഥലങ്ങളിലായിരിക്കും അവിടെ നിർത്തുക ഈ വാഹനം. അല്പസമയമെങ്കിലും, പൂർണ്ണമായി നിർത്തില്ലെങ്കിൽ കൂടി അവിടെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചെറിയ കൂട്ടം മനുഷ്യർ ഓരോയിടങ്ങളിലും അതിനിടയിലൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട, ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ ഈ സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിൽ പിന്നിടാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീടാണ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുക ഈ വാഹനം. നമ്മൾ കണ്ട അതേപോലുള്ള ഇത്രയും മണിക്കൂറിൽ 10 മണിക്കൂർ ആവുന്നു ഈ യാത്ര തുടങ്ങിയിട്ട്. 10 മണിക്കൂർ ആയിട്ടുണ്ട് ഇതിനോടകം. അപ്പോൾ ആ സമയങ്ങളിൽ കണ്ട കാഴ്ചകൾ അതിനി അടുത്ത ജില്ലകളിലും ഒക്കെ തന്നെ ആവർത്തിക്കും. ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ ഒക്കെ അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ എല്ലാവർക്കും അറിയാം എന്താണ് VSന്റെ ജീവിതം എന്നുള്ളത്. 4-ാം വയസ്സിൽ അമ്മയും 7-ാം വയസ്സിൽ അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ദൈവം എന്നുള്ളതിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പിന്നീട് വിളിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് പിന്നീട് മുന്നോട്ട് നയിച്ച രാഷ്ട്രീയ ജീവിതം, അതിനൊക്കെ ഉടമയാണ് VS അച്യുതാനന്ദൻ. അതിന് പിന്നാലെ ഏറ്റവും രസകരമായ കാര്യം, ഈ പിറന്നാൾ ആഘോഷങ്ങൾ പലപ്പോഴും VSന് ഉണ്ടായിരുന്നു. ചെറിയ ലളിതമായ പിറന്നാൾ ആഘോഷങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. തനിക്ക് ആശംസകളുമായി എത്തുന്നവരെ മുഷിപ്പിക്കാറുണ്ടായിരുന്നില്ല VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും. അതും ശ്രദ്ധേയമാണ്. ഒരിക്കൽ അങ്ങനെ കുട്ടികൾ VSനെ പിറന്നാൾ ദിനത്തിൽ കാണാൻ എത്തിയപ്പോൾ VSനോട് ചോദിച്ചത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്, ആഹാരം എന്താണ് എന്നുള്ളതാണ്. അതിന് VS പറഞ്ഞ മറുപടി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അമ്പലപ്പുഴ പാൽപ്പായസമാണ് എന്നാണ്. അങ്ങനെ കൗതുകരമായി അത് തോന്നി ആ സമയത്ത് കുട്ടികൾക്ക് എന്നുള്ളത് മറ്റൊരു കഥയാണ്, മറ്റൊരു കാര്യമാണ്, മറ്റൊരു സംഭവമാണ്. അങ്ങനെ ദൈവവിശ്വാസമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ കൂടി വിശ്വാസികളെയൊന്നും പൂർണ്ണമായും തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന നിലപാടൊന്നും ഒരു ഘട്ടത്തിലും VS എടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ വളരെ വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞല്ലോ 32 നേതാക്കൾ അവർ ചേർന്ന് ഉണ്ടാക്കിയൊരു പാർട്ടി, അതിലേറ്റവും ഒടുവിലത്തെ ആളാണ് VS. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയ ആൾക്കാരും ജീവനോടെ ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ ഘട്ടത്തിലൊക്കെ ഇതല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയം, ഇതല്ല നമ്മുടെ ചിന്താധാര എന്നൊക്കെയുള്ള ആശയങ്ങളിൽ കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന VS അത് തിരുത്താനുള്ള ശ്രമങ്ങളൊക്കെ പാർട്ടിക്കകത്ത് നടത്തിയെങ്കിലും അതിനെതിരെയുള്ള തീരുമാനങ്ങളൊക്കെ കണ്ടത് ചരിത്രമാണ്. പക്ഷെ അപ്പോഴും ജനങ്ങൾ VSനൊപ്പം നിന്നു എന്നുള്ളതാണ്. പാർട്ടി തിരുത്തലുണ്ടാക്കി പാർട്ടിയിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ നിന്നൊക്കെ ആ സ്ഥാനം നഷ്ടപ്പെടുന്ന VSനെയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും VS എന്ന ജനനായകൻ ഒരു പോറലും ഏൽക്കാതെ ജനമനസ്സുകളിൽ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നീടുള്ള കാഴ്ചകളാണ്, നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ റോഡിന് ഇരുവശത്തു നിന്ന് മുദ്രാവാക്യം വിളികളിലുണ്ട് ജനങ്ങൾക്ക് എന്തായിരുന്നു VS എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികൾക്കൊന്നും VS എന്ന രാഷ്ട്രീയ നേതാവിനെ പരിചയമുണ്ടാവില്ല. 2019 ശേഷം സജീവമായി രാഷ്ട്രീയ രംഗത്തില്ലാത്തയാളാണ് VS എങ്കിൽ കൂടി VS പകർന്നു നൽകിയ പാഠങ്ങൾ അവർ യുവാക്കളിലും ഇവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയ വിപ്ലവ വീര്യം, സമരവീര്യം, എന്താണ് കമ്മ്യൂണിസം എന്ന ആശയം, ഇതൊക്കെ അടുത്ത തലമുറകളിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.